സംവരണം എന്ന ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന മുന്നാക്ക സംവരണം എന്ന ബിജെപിയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ അടിതെറ്റിയ പ്രതിപക്ഷം ഇന്ന് രാജ്യസഭയിൽ നടത്തുന്ന അഭ്യാസം അവരെ രാഷ്ട്രീയമായി രക്ഷിക്കുമോ? തത്വത്തിൽ പിന്തുണയ്ക്കുകയും പ്രയോഗത്തിൽ സംശയമുയർത്തുകയും ചെയ്ത് മുന്നാക്ക സംവരണ ബില്ലിനെ വോട്ട് ചെയ്ത് പാസാക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നിലപാട് ജനം തിരിച്ചറിയുമോ? യുക്തിരഹിതമായ ഈ ക്വാട്ട നിയമം കോടതിയുടെ കടമ്പ കടക്കുമോ എന്നീ വിഷയങ്ങളാണ് സ്പെഷ്യൽ സെഷൻ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അതിഥികളായി കെ.ടി. കുഞ്ഞിക്കണ്ണൻ CPM നേതാവ്, CK അബ്ദുൽ അസീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ നിയമവിദഗ്ധൻ എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം മുന്നാക്ക സംവരണ ബില്ല് രാജ്യസഭയിൽ ചർച്ച ചെയ്യുന്നതിനിടെ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പറഞ്ഞത് ഇത് സംബന്ധിച്ച എന്തെങ്കിലും ഡാറ്റ സർക്കാർ ശേഖരിച്ചിട്ടുണ്ടോ? മുന്നോക്ക വിഭാഗങ്ങൾ ആരാണ്, അവരുടെ വരുമാനം എത്രയാണ്, അവരുടെ ജനസംഖ്യാ പ്രാതിനിധ്യം എത്രയാണ് എന്നീ കാര്യങ്ങളിലെ കൃത്യമായ ഡാറ്റ സർക്കാരിന് കൈവശമുണ്ടോ എന്നാണ് കപിൽ സിബൽ ചോദിച്ചത്. എന്ന് മാത്രമല്ല, സാമുദായിക സംവരണം എന്ന് ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിരിക്കെ സാമ്പത്തിക മാനദണ്ഡം ഉപയോഗിച്ച് സംവരണം ഏർപ്പെടുന്നതിൻ്റെ ഭരണഘടനാ യുക്തിയും കപിൽ സിബൽ രാജ്യസഭയിൽ ചോദ്യം ചെയ്തു. ആദ്യം ജ്യോതികുമാർ ചാമക്കാലയിലേക്ക്. ഇത്ര വിശാലമായ രീതിയിലുള്ള ഒരു എതിർപ്പ് ആശയതലത്തിൽ തന്നെ രാജ്യസഭയിൽ ഉയർത്തിയ നിങ്ങൾ എന്തിനാണ് പിന്നീട് ഇതിനെ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ വോട്ട് ചെയ്ത് പിന്തുണച്ചത്? അല്ല, ഞങ്ങൾ ഇപ്പോഴും അടിസ്ഥാനപരമായ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഇത്തരത്തിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞങ്ങളെതിരല്ല. പക്ഷേ അത്തരത്തിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവരുമ്പോൾ ധൃതി പിടിച്ച് കൊണ്ടുവന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇത് കഴിഞ്ഞ മിനിഞ്ഞാന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പാസ്സാക്കുന്നു. ഇന്നലെ പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അവിടെ കൊണ്ടുവന്ന് അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് ഏതൊക്കെ പരിധിയിൽപ്പെടുന്നവർക്ക് അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടാണല്ലോ. 8 ലക്ഷം രൂപയിൽ കൂടുതൽ ആനുവൽ ഇൻകം ഉള്ളവർ, കുറവ് ഉള്ളവർ അതിനകത്ത് പരിധിയിൽ വരും. 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുള്ളവർ അതിൽ പരിധിയിൽ വരും. മറ്റേതെങ്കിലും പെൻഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തവർ അതിൽ വരും. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ സ്ഥലം നഗരപരിധിയിലും, 900 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ സ്ഥലം നഗരപരിധിയിലും, 1800 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ മറ്റു സ്ഥലങ്ങളിലും വസ്തു ഉള്ളവർ ഇതിൻ്റെ പരിധിയിൽ വരും എന്നൊക്കെ കുറേ കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ആ കണ്ടീഷൻസൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിപ്പോൾ പാസ്സാകുമ്പോൾ ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇത് ധൃതി പിടിച്ച് നടപ്പാക്കുന്നത് തീർച്ചയായും ഇലക്ഷന് മുമ്പുള്ള ഒരു ജിമ്മിക്കിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. അത് വളരെ വ്യക്തമായിട്ടുമുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ നിലപാടുകളോട്, ഇത്തരത്തിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നതോട് അന്നും ഇന്നും എന്നും യോജിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിന് അനുകൂലമായി നിൽക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാജ്യസഭയിൽ കപിൽ സിബൽ ഉൾപ്പെടെ അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിനകത്ത് മറുപടി പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തത കുറവുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നു, അതുപോലെ കപിൽ സിബലും സമ്മതിക്കുന്നുണ്ട്. കപിൽ സിബൽ ചോദിക്കുന്നത്, സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള മുന്നാക്ക സംവരണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് സ്റ്റേ ഉണ്ടായിട്ടുണ്ട്, അതിന് നിയമപരമായ കടമ്പകളുണ്ട്, ഭരണഘടനാപരമായ തടസ്സങ്ങളുണ്ട് എന്നാണ്. അത് ആർട്ടിക്കിൾ 9 തമിഴ്നാട്ടിലെ റിസർവേഷൻ ആർട്ടിക്കിൾ 9 ഉൾപ്പെടുത്തിയിട്ടും സുപ്രീം കോടതി ഇനിയും അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭരണഘടനയിൽ പറയുന്ന സാമുദായിക സംവരണത്തിൻ്റെ അടിസ്ഥാനം സാമുദായികമാകണം എന്നാണ് ഭരണഘടനയുടെ വിധിയെന്ന് സുപ്രീം കോടതി പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് സംവരണത്തിൻ്റെ ആശയത്തിന് തന്നെ എതിരായ ഒരു മുന്നോക്ക സംവരണം കൊണ്ടുവരുമ്പോൾ നിങ്ങളതിനെ തത്വത്തിൽ പിന്തുണയ്ക്കുകയും രാജ്യസഭയിൽ ആശയപരമായി അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിലെ കാപട്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുക. അല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് കാപ്പട്ടിയമില്ലെന്നേ. അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ നടപ്പാക്കട്ടെ, ഞങ്ങൾ പിന്തുണയ്ക്കാം. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായി താങ്കൾ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ പറഞ്ഞ് തമിഴ്നാട്ടിൽ 68% സംവരണം കൊടുത്തതൊക്കെ സംബന്ധിച്ച് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് 50%-ലധികം സംവരണം ഇത്തരത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ പിന്നാക്കക്കാർക്ക് 27%, അതുപോലെ SC വിഭാഗത്തിന് 15%, ST വിഭാഗത്തിന് 7.5% ഉൾപ്പെടെ 49% മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത്. അത് മണ്ഡൽ കമ്മീഷൻ വരുമ്പോൾ അത്തരത്തിലൊരു ഡേറ്റ വെച്ചുകൊണ്ട് അന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ 49%-ൽ കാണാം. ഒരിക്കലും 50% കഴിയരുതെന്നും അത് വിദ്യാഭ്യാസ മേഖലയിലേക്കും ജോലിയിലേക്കുമാണ് സംവരണമെന്നും സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ വാദം ശ്രീ അരുൺ ജെയ്റ്റ്ലിയൊക്കെ ഇന്നലെ അസംബ്ലിയിൽ പാർലമെൻറ്റിൽ പറഞ്ഞത്, ഇത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോൾ 50%-ലധികം സംസ്ഥാനങ്ങളുടെ അസംബ്ലികൾ ഇത് പാസ്സാക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മന്ത്രി പറയുന്നതിൻ്റെ ആവശ്യമില്ല. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമല്ല ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഞങ്ങളെടുത്തിരിക്കുന്നത് ഇതിനകത്ത് സാമ്പത്തിക സംവരണമാണ്, അത് വേറെ ഒരു എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്കതിന് മുന്നോട്ട് പോകാനുള്ള ലീഗലായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവർ പോകട്ടെ. ഞങ്ങൾ ഈ വിഷയത്തിൽ എതിരല്ല. പക്ഷേ ഞങ്ങൾക്ക് കുറേ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സെലക്ട് കമ്മിറ്റിക്ക് വേണമെന്ന് ഇപ്പോഴും രാജ്യസഭയിൽ ഉൾപ്പെടെ പറയുന്നത്. ഇന്നലെയും ഞങ്ങളത് ആവശ്യപ്പെട്ടിരുന്നു. ധൃതി പിടിച്ച് നടപ്പാക്കരുതെന്ന് കേരളത്തിലുള്ള ശ്രീ KV തോമസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ആശങ്കകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ
അടിസ്ഥാനപരമായി ഇത്തരത്തിൽ സാമ്പത്തിക ഇവർ ധൃതി പിടിച്ച് ബില്ല് കൊണ്ടുവന്നതിനോട് മാത്രമാണോ കോൺഗ്രസിന്റെ എതിർപ്പ്? ധൃതി പിടിച്ച് അവർ ബില്ല് കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണോ എതിർപ്പ്? അതോ ഇപ്പോൾ അവർ പുറത്തു പറയുന്ന വ്യവസ്ഥകളിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? അല്ല, പുറത്ത് പറയുന്ന വ്യവസ്ഥകളിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കാരണം എതിർപ്പ് വരേണ്ടതാണല്ലോ. ബില്ല് ധൃതി പിടിച്ച് കൊണ്ടുവന്നു എന്നത് ഒരു ഭാഗം, മറുഭാഗം ഈ അംഗങ്ങൾക്ക് ഇത് പഠിക്കാൻ പോലും അവസരം കൊടുത്തില്ല എന്ന് പറയുന്നത് മറുഭാഗം. ഇനി അതിനകത്ത് രാഷ്ട്രീയം നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമല്ലോ. BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവർക്ക് ഇനി ഒരിക്കൽ കൂടി പാർലമെൻറ്റ് ഇപ്പോൾ ചേരേണ്ടതില്ല. വേണ്ടി വന്നാൽ വോട്ട് ഓൺ അക്കൗണ്ടിന് വേണ്ടി മാത്രം ഒരിക്കൽ കൂടി ചേർന്നാൽ മതി. അവിടെ ഒരു കാരണവശാലും ഇത്തരം ബില്ലുകൾ പരിഗണിക്കാനാവില്ല. അപ്പോൾ ഏറ്റവും അവസാനം 5 വർഷത്തോളം മിണ്ടാതിരുന്നിട്ട് 4.25 വർഷം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സെഷൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ അതിനെ എതിർത്താൽ നാളെ നിങ്ങൾ എല്ലാവരും കൂടെ പറയാൻ പോകുന്നത് ഞങ്ങൾ അതിനെ എതിർത്തു എന്നാണ്. ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് 5 ലക്ഷത്തി എന്താ പറയുക 8 ലക്ഷത്തിലധികം താഴെ വാർഷിക വരുമാനമുള്ളവർ. നമുക്കറിയാം നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ് ഒരാൾക്ക് വാർഷിക വരുമാനം ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 പേരുള്ള ഒരു കുടുംബത്തിന് 6.25 ലക്ഷം രൂപയാവും. എങ്ങനെയായാലും അത് 8 ലക്ഷത്തിൽ താഴെയാണല്ലോ. ഇനി ഇൻകം ടാക്സിൻ്റെ രേഖകൾ പറയുന്നത്, NSSOയുടെ രേഖകൾ ഉൾപ്പെടെ പറയുന്നത് 95% കുടുംബങ്ങൾക്കും 8 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ 95% ആളുകളും ഈ കാറ്റഗറി പെടുമെങ്കിൽ അവർക്കെല്ലാം ഈ പറയുന്നത് പോലെ പിന്നെ മറ്റൊരു കണക്ക് പറയുന്നത് 85% ആളുകൾക്കും ഇന്ത്യയിൽ 5 ഏക്കറിൽ താഴെ ഭൂമിയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണക്കുകൾ ഇതായിരിക്കെ ഏകദേശം മുഴുവൻ ആളുകൾക്കും ഈ 10% സാമ്പത്തിക സംവരണത്തിൻ്റെ പരിധിയിൽ വരുന്ന രീതിയിലേക്കാണ് അവർ കണ്ടീഷൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ പോലും സർക്കാർ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ നിങ്ങൾ പോകൂ, ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അടിസ്ഥാനപരമായ നിലപാട്, അതായത് 10% സംവരണം കൊണ്ടുവന്ന് ഞങ്ങൾ എതിരല്ല, അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് വളരെ വ്യക്തമല്ലേ? ശരി, ഈ കണ്ടീഷൻസിനെ കുറിച്ച് താങ്കൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് കൺവിൻസിങ് ആകുന്നില്ല. ശരി, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിനും CPM-നും ഇക്കാര്യത്തിൽ സമാനമായ നിലപാടാണുള്ളത്. തത്വത്തിൽ ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരും പറയുന്ന അവർ സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നില്ല, സാമ്പത്തിക മാനദണ്ഡമാക്കിയുള്ള സംവരണത്തെ എതിർക്കുന്നില്ല എന്നാണ്. CPM-ന് പണ്ടേ മുതലുള്ളൊരു താല്പര്യമാണ് അത്. സംവരണത്തോടുള്ള CPM-ൻ്റെ നിലപാട് മണ്ഡൽക്കാലം മുതൽ പറയുന്നതാണ്. അത് ക്രീം ലെയർ വിഷയത്തിലും വ്യക്തമായതാണ്. പക്ഷേ ഇത്രയും ദുരൂഹമായ കൃത്യമായ ഡാറ്റകളില്ലാത്ത, ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ യുക്തിസഹമല്ല എന്ന് പോലും പറയാവുന്ന, കാരണം രാജ്യത്ത് 97% ജനങ്ങളെയും ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രൈറ്റീരിയയാണ് അതിന് വച്ചിട്ടുള്ളത്. ഇതിനെ നിങ്ങൾ വിമർശനാത്മകമായി സമീപിക്കുന്നതിന് പകരം ആദ്യം തന്നെ പോയി അതിന് തത്വത്തിൽ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തെന്തിനാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ തുടങ്ങുന്നത്, ഇതൊരു ഗിമ്മിക്സാണ്. ഇന്ത്യയിൽ 2019 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി BJP നേരിടാൻ പോവുകയാണ്. ഇപ്പം 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അത് പ്രധാനമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ വ്യത്യസ്ത സമൂഹങ്ങൾ, നമ്മൾ നേരത്തെ റീജിയണൽ പാർട്ടികളായി കണ്ടിരുന്ന സാമൂഹ്യ നീതിയെ മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം, പിന്നോക്ക, ദളിത് സംഘടനകൾ, ഇവരുടെ എല്ലാം തന്നെ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് UP സമാജ്വാദി പാർട്ടിയും BSPയും എല്ലാം യോജിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ഈ ജനദ്രോഹ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ട് BJPയുടെ അടിത്തറയായി എല്ലാ കാലത്തും വർത്തിച്ചിരുന്ന ഈ കായസ്ഥ, ബ്രാഹ്മണിക്, രജപുത്ര സമൂഹങ്ങളിൽ വലിയ എതിർപ്പ് BJPക്കെതിരായിട്ട് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ പ്രകടമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ തങ്ങൾക്ക് കൂടെ നിർത്താൻ കഴിയാവുന്ന ഒരു സവർണജാതി വിഭാഗത്തെ എങ്ങനെയെങ്കിലും ഗെയിൻ ചെയ്യുക എന്ന വളരെ കുൽസിതമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഈ ഒരു നിയമ ഭേദഗതിക്ക്, ഈ ഒരു സംവരണ നിയമ ബില്ലുമായിട്ട് പാർലമെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനെ സ്ട്രാറ്റജിക്കലായിട്ട് പരാജയപ്പെടുത്തുന്നതുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും എന്താണ്, ഈ സർക്കാരിനെതിരായിട്ട് വലിയ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് നോട്ട് നിരോധനം, GST, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക തകർച്ച, കൂടി വരുന്ന കർഷകരുടെ ആത്മഹത്യ, ഇതിനെല്ലാം എതിരായിട്ട് എന്താണ്, എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധമുണ്ട്. അതിലിപ്പോൾ ദളിത്, പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ BJP സർക്കാരിൻ്റെ അസഹിഷ്ണുത, സംഘപരിവർത്തന ഭീഷണി, ഇതിനെല്ലാം എതിരായിട്ട് ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ അത്തരമൊരു ധ്രുവീകരണത്തെ പൊളിക്കാനും ഇന്ന് BJPക്ക് പരമ്പരാഗതമായി പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഇന്ന് BJP വിരുദ്ധ രാഷ്ട്രീയത്തോടുള്ളൊരു പൊതുവായ ആഭിമുഖ്യമുണ്ട്. അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? ആ രീതിയിൽ ജാതിയെയും മതത്തെയും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ പാർലമെൻറ്റിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പോൾ BSP ഉൾപ്പെടെ, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ എടുത്തിരിക്കുന്നവരുമുണ്ട് BJPയുടെ ഈ സ്ട്രാറ്റജിയെ പൊളിക്കുക. ഇത് കപിൽ സിബൽ പറഞ്ഞതുപോലെ ഇത് നിയമമാകാനൊന്നും പോകുന്നില്ല. നമ്മുടെ ഭരണഘടന ഇപ്പം തന്നെ 92 അടക്കമുള്ള കോടതി വിധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധമായി നടന്നിട്ടുള്ള എല്ലാ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എളുപ്പമല്ല ഇന്ത്യയിൽ സാമൂഹ്യ സംവരണത്തെ മറികടക്കാൻ. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്, ഒരു ചുരുക്കി പറഞ്ഞാൽ, അതായത് ഈ ബില്ല് സ്വാഭാവികമായും മുന്നോക്ക ജാതി വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒന്നാണല്ലോ.
BJP സ്വാഭാവികമായും ഇത്തരൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഇതിനെ പ്രതിപക്ഷം എതിർക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ വളരെ സ്ട്രാറ്റജിക്കലായി പ്രതിപക്ഷം അതിനെ പിന്തുണച്ചുകൊണ്ട് അവരുടെ മോഹം തകർത്ത് കളയുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് സാങ്കേതികമായി ഇത് നിയമപരമായ പ്രാബല്യം നേടുമെന്നോ ഭരണഘടനാപരമായ പിന്തുണ ഉണ്ടാകുമെന്നോ കോടതിയിൽ ഇത് നിലനിൽക്കുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിനെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മുന്നോക്ക വിഭാഗങ്ങളുടെ സെന്റിമെന്റ്സ് പ്രതിപക്ഷത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയ സ്ട്രാറ്റജി. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശുദ്ധാത്മകമായ ചില ആദർശങ്ങളുടെ തത്വങ്ങളുടെ പ്രഖ്യാപനമില്ല. അങ്ങനെ ഒരു തിയററ്റിക്കൽ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് പാർലമെന്ററി പൊളിറ്റിക്സിൽ തീരെ സാധ്യമല്ല. സാമ്പത്തിക സംവരണത്തോട് നിങ്ങൾക്ക് എതിർപ്പില്ല. സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ജാതി വർഗം ഈ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ വന്ന മാറ്റം ഇതുണ്ടാക്കിയിരിക്കുന്ന പഴയ ഞങ്ങളുടെയൊക്കെ പാർട്ടി പരിപാടി വരുന്ന ഈ ഭൂപ്രഭു വർഗം എന്ന് പറയുന്ന പ്രമാണി വർഗ്ഗങ്ങളുടെ പാപ്പരീകരണം ഇതെല്ലാമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ദാരിദ്ര്യവൽക്കരണം, തൊഴിലില്ലായ്മ, ഈ പ്രശ്നങ്ങൾ ഇന്ന് പഴയതുപോലെ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഈ നിയോലിബറൽ നയങ്ങൾ എന്താണ്, മൊത്തം തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാജ്യത്ത് ശക്തമായ ഒരു പോരാട്ടം തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലില്ലാതാക്കുന്നതിനെതിരായിട്ട്, തൊഴിൽ മേഖലകളാകെ തകർക്കുന്നതിനെതിരായിട്ട്. അപ്പം ഈ സാമ്പത്തിക സംവരണം 10% കൊടുത്തു കഴിഞ്ഞാലും എന്താണ്, മുന്നോക്ക ജാതിക്കാരനും പിന്നോക്ക ജാതിക്കാരനും ഒന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസുകളിലെല്ലാം നിയമന നിരോധനമാണ്. ഉള്ള തൊഴിൽ പോലും താൽക്കാലിക നിയമനമില്ലാതെ തൊഴിൽ കൊടുക്കുന്നില്ല. നോട്ട് നിരോധിച്ച ശേഷം അസംഘടിതമായ അനൗപചാരികമായ നമ്മുടെ രാജ്യത്തെ വലിയ വിഭാഗം ആളുകൾക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്ന മേഖലകളാകെ പാപ്പരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിസർവേഷൻ ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ എന്താണ് ഇന്നത്തെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നില്ല. റിസർവേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, നമ്മുടെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ ജാതി വ്യവസ്ഥയെയും വർഗത്തെയും ഒക്കെ സംബന്ധിച്ച താത്വികമായ ഒരു നിലപാടിൽ നിന്നാണ് CPM എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക ഒരു വർഗപരമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് സാമ്പത്തിക CPM ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം, ഈ ബില്ലിൻ്റെ ഒരു വ്യവസ്ഥ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുന്നോക്കാർക്ക് സംവരണം കൊടുക്കണമെന്നാണ് 10%. പക്ഷേ CPM ഉന്നയിച്ച ഒരു നിർദ്ദേശം സ്വകാര്യ മേഖലയിലെ ഉദ്യോഗങ്ങളിൽ കൂടി മുന്നോക്കാർക്ക് സംവരണം വേണമെന്നാണ്. അതിവിടെ പിന്നോക്കക്കാർക്കോ ദളിതുകൾക്കോ ഇപ്പോൾ ലഭിക്കാത്ത സംവരണ വ്യവസ്ഥയാണ്, ഇപ്പോൾ അതില്ല. പക്ഷേ ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് മുന്നോക്കക്കാർക്ക് നൽകണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ സംവരണ വിഭാഗങ്ങൾക്ക് നൽകണമെന്നല്ല ആവശ്യപ്പെടുന്നത്. അല്ലല്ല, ഇടതുപക്ഷം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ കൂടി എന്താണ് റിസർവേഷൻ, SC ST പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ തത്വങ്ങൾ എന്താണ് സ്വകാര്യ മേഖലയിൽ നടപ്പാക്കണം. കാരണം പൊതുമേഖലയിൽ മാത്രമാണ് റിസർവേഷൻ ഇപ്പോൾ ഉള്ളത്. പൊതുമേഖല ആകെ സ്വകാര്യവൽക്കരിക്കുകയാണ്. സ്വകാര്യവൽക്കരിക്കാത്ത പൊതുമേഖല എന്താണ്, കരാർ നിയമനങ്ങളാണ്, കോൺട്രാക്ട് സിസ്റ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഏട്ടിലെ പശുവുകയാണ്. റിസർവേഷൻ ഉണ്ട്, പക്ഷേ ആർക്കും പണി കിട്ടുന്നില്ല. അപ്പോൾ പണി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ സേവന മേഖലയായാലും ഉൽപ്പാദന മേഖലയും എല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. സൈന്യം പോലും, മിലിറ്ററി ഇൻഡസ്ട്രി പോലും എന്താണ് സ്വകാര്യവൽക്കരിക്കുന്ന ഒരു കാലത്താണ്. അതെ, നേരിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ്, ഏതെങ്കിലും കമ്പനികൾ, റിലയൻസ് ഇതുപോലുള്ളയൊക്കെ ഗ്രൂപ്പുകളെ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സമയത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സംവരണ കോട്ടകൾ പോലും ഇല്ലാതാവുകയാണത്. നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, സ്വകാര്യ മേഖലയും സംവരണം വേണം. ഇതൊരു പൊതു നിലപാടായിട്ട് CPM കോൺഗ്രസുകൾ അംഗീകരിക്കുകയും ഇതിനു വേണ്ടി എന്താണ് CPMൻ്റെ വർഗ ബഹുജന മുന്നണികളെല്ലാം തന്നെ സമരരംഗത്തേക്ക് ഒരു സ്ലോഗൻ വെച്ചുകൊണ്ട് സമരരംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വകാര്യ മേഖലയിൽ സംവരണമില്ലെങ്കിൽ എന്താണ്, സംവരണം തന്നെ എന്താണ് അപ്രസക്തമാവുകയാണ്. ഇത്തരത്തിൽ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഇത് പാസ്സാക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ തന്ത്രമെന്നാണ് KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. പക്ഷേ ഇരുവർക്കും സാമ്പത്തിക സംവരണം എന്ന ആശയത്തോട് കോൺഗ്രസിനും CPMനും വിയോജിപ്പുമില്ല. കോൺഗ്രസിനും CPMനും മാത്രമല്ല, പിന്നോക്ക ദളിത് രാഷ്ട്രീയം പറയുന്ന ഉത്തരേന്ത്യയിലെ പാർട്ടികൾ പോലും ഇതിനെ തത്വത്തിൽ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ പിന്തുണച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നാണോ BJPയുടെ ഈ നീക്കം? BJP സത്യത്തിൽ വളരെ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് BJP ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് മുതിർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP ഇതിൽ പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോൾ 5 ഏക്കർ താഴെയുള്ള ദരിദ്ര കർഷകൻ, അതുമാതിരി സവർണ മധ്യവർഗത്തിലെ കീഴ്ത്തട്ട് വിഭാഗം, ഈ 2 വിഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചോർന്നുപോയി എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് യഥാർത്ഥത്തിൽ BJP ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് മുതിരാൻ കാരണം. ഇതൊരു തട്ടിപ്പാണ്, ഗിമ്മിക്സാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് ഗിമ്മിക്സ് ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഗിമ്മിക്സിലെ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോരുത്. ഇപ്പോൾ കഴിഞ്ഞ BJPയുടെ ഈ പരാജയത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ കർഷക മുന്നേറ്റമാണ്. ഈ കർഷക മുന്നേറ്റത്തിൽ അണിനിരന്നത് നമ്മൾ TV യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാലിൽ ചെരുപ്പിടാതെ കാലൊക്കെ പൊള്ളി നടക്കുന്ന 100 കണക്കിന് കിലോമീറ്റർ നടന്ന ഈ 5 ഏക്കറുകാരന് ചെറിയ ഭൂ ഉടമസ്ഥയുള്ള കർഷകൻ, ആ കർഷകരെല്ലാം മഹാരാഷ്ട്രയിലായാലും രാജസ്ഥാനിലായാലും പിന്നെ മധ്യപ്രദേശിലായാലും ഇവർ അണിനിരന്നത്
ഈ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഒരു പരിധിവരെ ഈ അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു വർഗ ഐക്യം എന്ന് പറയാവുന്ന തരത്തിലാണ് സത്യത്തിലാണ് ആ അണിനിരക്കലുണ്ടായത്. അത് വലിയ ഇമ്പാക്റ്റാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഐകമത്യത്തെ, സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ ഐകമത്യത്തെ ജാതി പറഞ്ഞ് പൊളിക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു ജാതി കലാപത്തിൻ്റെ രൂപത്തിൽ ഇതിനെ കൊണ്ടുവന്ന് ഇവരെ വിഘടിപ്പിക്കുക എന്നുള്ള വളരെ ഹീനമായ ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പുതിയ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് വേണ്ട രൂപത്തിൽ പാർലമെൻറ്റിൽ തുറന്ന് കാണിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ വരുന്ന ആളുകളിൽ തുറന്ന് കാണിക്കപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ സാമ്പത്തിക സംവരണത്തെ തത്വത്തിൽ പിന്തുണക്കുക എന്ന് പറയുന്നത് സംവരണ തത്വത്തെ തകർക്കുന്നതിന് സമാനമാണ് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തെ ഉള്ള സാധാരണക്കാരായ ആളുകളുടെ പാപ്പരീകരണം 93-94 ശേഷം ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഒരു റിവ്യൂ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ പാപ്പരീകരണം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഈ പാപ്പരീകരണത്തിൽ താരതമ്യേന ദരിദ്രരായ ഇടത്തരക്കാരായ സവർണരൊക്കെ തന്നെ വലിയ തോതിൽ അവർക്ക് ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിലൊന്നും തർക്കമില്ല. പക്ഷേ അത് സാമ്പത്തിക സംവരണത്തിന് ഈ വസ്തുനിഷ്ഠ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ സംവരണ തത്വത്തെ സാമ്പത്തിക സംവരണത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് സംവരണം എന്നുള്ള തത്വം തന്നെ ഇല്ലാതാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് പല കോടതി വിധികളിലും ഈ സാമ്പത്തിക മാനദണ്ഡം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമ്പത്തിക മാനദണ്ഡത്തെ ചെറുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ തത്വത്തിൽ ഞങ്ങളിതിനെ അംഗീകരിക്കുന്നു, പക്ഷേ പ്രയോഗത്തിൽ ഞങ്ങളിതിനെ എതിർക്കുന്നു എന്ന് പറയുന്നത് ഫലത്തിൽ BJPക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജ്യോതികുമാർ ചാമക്കാല, ഈ പറയുന്ന പിന്നോക്ക സംവരണത്തിൻ്റെ കാലത്ത്, മണ്ഡൽക്കാലത്ത് ഈ ക്രീമി ലെയർ വിവാദം ഉയർന്നു വരുന്ന സമയത്ത് അന്ന് അത് CPM പോലുള്ള സംഘടനകളാണ്, ഇടത് സംഘടനകളാണ് ക്രീമി ലെയർ പ്രശ്നം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് കോടതിയാണ് ഈ ക്രീമി ലെയർ വിഷയത്തിൽ ഇറങ്ങിക്കളിച്ചത്. അന്ന് പോലും ഈ മുന്നോക്കക്കാരിലെ സംവരണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അത് പറയുകയോ ചെയ്യാതിരുന്ന കോൺഗ്രസ്, അതിനെക്കുറിച്ച് യാതൊരു പദ്ധതിയും ഇല്ലാതിരുന്ന കോൺഗ്രസ്, നിങ്ങളിപ്പോൾ അത് തത്വത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ പലവട്ടം അധികാരത്തിലെത്തിയിട്ട് നടപ്പിലായിട്ടില്ല. ഈ OBC സംവരണം നടപ്പിലാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷം, VP സിംഗിന് ശേഷം, അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങളുടെ 2 സർക്കാരുകളുടെ മുമ്പിൽ ഇരുന്നിട്ടും നിങ്ങളത് മൂടി വെച്ചിട്ടും പിന്നീട് VP സിംഗ് അത് നടപ്പാക്കിയിട്ടും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോലും നിങ്ങൾ ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാത്ത നിങ്ങൾ BJP അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിതാ അതിനെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ആലോചിച്ചുറച്ച തീരുമാനമാണ്? അതല്ല BJP ഇങ്ങനൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ നിങ്ങൾക്ക് അടിപതറിപ്പോയതാണോ? അജിംസെ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നമുക്കറിയാം, കുറേ കാലമായി പിടിയിട്ടിരുന്നു. അവിടെ ശ്രീ VP സിംഗ് അത് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം, അന്ന് ദേവിലാൽ ഉൾപ്പെടെയുള്ളവർ ജാട്ടിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ സമരം, ആ സമരത്തെ തുടർന്ന് ശ്രദ്ധ തിരിക്കുക എന്ന കൂടിയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അന്ന് പൊടിപിടിച്ചിരുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ശ്രീ VP സിംഗ് കൊണ്ടുവരികയും 1989 പ്രായോഗികമാക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് 49.5% റിസർവേഷൻ ഞാൻ മുമ്പ് പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് 27+15+7.5 അങ്ങനെ 49.5% റിസർവേഷനുണ്ട്, 50% ജനറൽ കാറ്റഗറിയുമുണ്ട്. ഇത് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോലിയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും 50% സംവരണത്തിൽ കടക്കാൻ പാടില്ല, സംവരണം 50% അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ വസ്തുതകൾ ഇതായിരിക്കെ ഇപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നില്ല എന്നുള്ളത് ശരിയാണ്. ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇപ്പോഴാണ് BJP അത്തരത്തിൽ നേരത്തെ ഒരിക്കൽ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ശ്രീ വാജ്പേയിയുടെ അതെന്തുകൊണ്ടാണ് ജ്യോതികുമാർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല, അതെന്തുകൊണ്ടാണ് കൊണ്ടുവരാൻ ധൈര്യമില്ലാതിരുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതിലേക്കാണ് വരുന്നത്. തഞ്ചപ്പെടൂ. അപ്പോൾ അന്ന് ശ്രീ വാജ്പേയിയുടെ കാലത്തും ഇത്തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ പോയി. പിന്നീട് ഇപ്പോൾ അത് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ സംവരണത്തിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് ഞങ്ങൾ അസന്ധിഗ്ധമായി പറയുന്നു. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ CPMൻ്റെ നേതൃത്വത്തിലുള്ള 1957 ആദ്യ ക്യാബിനറ്റ്, ആദ്യ മന്ത്രിസഭ വന്നപ്പോൾ തന്നെ അന്നത്തെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പതിയെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സംവരണം മാറ്റിക്കൊണ്ട് സാമ്പത്തിക സംവരണത്തിലേക്ക് പോകണമെന്ന് EMSൻ്റെ കാലത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു ഭാഗത്ത്. അപ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. പക്ഷേ അന്നും അതിനെയും കോൺഗ്രസ് പിന്തുണച്ചിട്ടില്ല ശ്രീ ജ്യോതികുമാർ. അന്നും ആ നീക്കത്തെ പിന്തുണച്ചിട്ടില്ല നിങ്ങൾ. പിന്നീട് മണ്ഡൽ കമ്മീഷൻ കാലത്ത് പോലും സാമ്പത്തിക സംവരണം എന്ന വാദം നിങ്ങൾ ഉയർത്തിയിട്ടില്ല. പക്ഷേ BJP അത് പറയുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് അതിനെ നിങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന് ഒരു കൂടിയാലോചന പോലും ഇല്ലാതെ, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പോലും ഒരു കൂടിയാലോചന ഇല്ലാതെയായിരിക്കുമല്ലോ അത് പെട്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ സാമ്പത്തിക സംവരണത്തെ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന്? അല്ല, എതിർക്കായിരിക്കും. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ.
ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇവിടുത്തെ 1957 മുതൽ EMSൻ്റെ മന്ത്രിസഭയുടെ കാലം മുതൽ ഉള്ള ആറ്റിറ്റ്യൂഡ് ഭാവിയിൽ എങ്ങനെ ആയിരിക്കണമെന്നതിനെ സംബന്ധിച്ച് 57 തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് 2015 ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ RSSൻ്റെ കാര്യവാഹക പ്രമുഖൻ മോഹൻ ഭാഗവത് പറഞ്ഞത് പതിയെ സാമ്പത്തിക സംവരണത്തിലേക്ക് മടങ്ങേണ്ടി വരും എന്ന് പറയുകയും അവിടെ BJP പരാജയപ്പെടുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അന്ന് ജനതാദളും SP-യും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ബീഹാറിലുണ്ട്, JDU-യും ഉൾപ്പെടെയാണ്. അപ്പോൾ അത്തരത്തിൽ BJP-യും BJP-യുടെ നിലപാടും അങ്ങനെ തന്നെയാണ്, സാമ്പത്തിക സംവരണത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയം വരുമ്പോൾ നിലവിലുള്ള സംവരണം നിലനിർത്തിക്കൊണ്ട് 49.5% സംവരണം അതേപടി നിലനിർത്തിക്കൊണ്ട് 1 ഇഞ്ച് പോലും അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാതെ വേണം ചെയ്യാൻ എന്നാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് യുക്തിപരമാണ് എന്നാണ് കപിൽ സിബൽ പറയുന്നത്. അതായത് നിലവിൽ 50% സംവരണമുണ്ട്, അതിലേക്ക് 10% സംവരണം കൊണ്ട് അത് 60%. നടപടിയില്ല, അപ്രായോഗികമാണ്. അങ്ങനെ അപ്രായോഗികമായ ഒരു തത്വത്തെയാണ് ഞങ്ങൾ തത്വാധിഷ്ഠിതമായി പിന്തുണയ്ക്കുന്നത് നിങ്ങൾ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിലവിലുള്ള കോടതി അപ്പോൾ അതിന് വേറെ വ്യാഖ്യാനങ്ങൾ തന്നിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയാണ്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഇതിപ്പം വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ താങ്കൾ പറഞ്ഞതാണ് ശരി. അപ്പോൾ അത്തരത്തിൽ അയുക്തിപരമായ ഒരു കാര്യങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊരു സംശയം പറഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ സെലക്ട് കമ്മിറ്റിക്ക് വിടണ്ടേ? അതിന് തയ്യാറാകുന്നില്ലല്ലോ. ധൃതി പിടിച്ച് എടുകൊടുക്കുക ചോറും കറിയും എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിയമം പാസ്സാക്കുക, അതും അമെൻമെൻറ്റാണ്. ഭരണഘടനയുടെ 124ാമത്തെ അമെൻമെൻറ്റായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വേണ്ടത്ര ഗൃഹപാഠം നടത്തണ്ടേ, ചർച്ച ചെയ്യപ്പെടണ്ടേ, കോടതിയുടെ മുൻകാല വിധികളെക്കുറിച്ച് ആലോചിക്കണ്ടേ? അപ്പോൾ അതിനൊന്നും തയ്യാറാകാതെ ധൃതി പിടിച്ച് കൊണ്ടുവരുന്നു. പക്ഷേ ഞങ്ങൾ ആശങ്കകൾ പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. ഈ പറഞ്ഞ അപ്പോൾ മറുവാദം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ പറയുന്നത് ഇത് ഭരണഘടനാ ഭേദഗതിയായിട്ട് വരുമ്പോൾ ഇത് സാമ്പത്തിക സംവരണത്തിൻ്റെ ഭാഗം പ്രത്യേകമായി കണക്കാക്കുകയും സാമൂഹ്യ സംവരണത്തിൻ്റെ ഭാഗം വേറെ കാണുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അവരുടെ ന്യായമുണ്ട്. അദ്ദേഹം മുതിർന്ന വക്കീലാണ്, അദ്ദേഹം യഥാർത്ഥത്തിലാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഞങ്ങൾക്ക് യുക്തിക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് ഭയന്നുകൊണ്ട് നിങ്ങൾ തത്വത്തിൽ പിന്തുണച്ചുകൊണ്ട് അതിന് വോട്ട് ചെയ്തു. അത് രാഷ്ട്രീയമായി അതിന് ശരിയോ തെറ്റോ എന്ന് ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം നാളെ ചിലപ്പോൾ നിങ്ങളുടെ സർക്കാരായിരിക്കും കേന്ദ്രത്തിൽ വരിക. പക്ഷേ BJP ഇപ്പോൾ ഉയർത്തിവിട്ടുള്ള ഈ ആശയപ്രചാരണം, അതായത് മുന്നോക്ക സംവരണം എന്നൊരു ആശയം ഇപ്പോൾ മൂർത്ത സ്വഭാവത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ബില്ലിൻ്റെ രൂപത്തിലുണ്ട്. ഇത് നാളെ നിങ്ങൾക്കും നടപ്പിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ശ്രമിക്കാവുന്ന ഒരു സാഹചര്യം, സാമ്പത്തിക സംവരണത്തിലേക്കുള്ള ആദ്യ പടി അവർ വെട്ടിവെച്ചിരിക്കുകയാണ്. അതാണ് ഇതിലെ അപകടം. കാരണം സാമുദായിക സംവരണമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നും സാമ്പത്തിക സംവരണം അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതുമാണ് എന്നാണ് നിങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും രാജ്യസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപകടം തിരിച്ചറിയാതെ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നത് ഒരേ സമയം ഈ മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവരോടുള്ള വഞ്ചന കൂടിയല്ലേ ജ്യോതികുമാർ? അല്ലല്ല, അങ്ങനെയല്ല അജിംസ്, അങ്ങനെയല്ല അതിനെ കാണുന്നത്. മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവരുള്ള വഞ്ചന എങ്ങനെയാകുന്നത്? അവർക്ക് ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യം ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയൊക്കെ കുഴപ്പങ്ങളുണ്ടായിട്ട് അവസാന നിമിഷം അവർ കൊണ്ടുവരുന്നത് ദുരുദ്ദേശപരമാണെന്ന് ഞങ്ങൾ പറയുന്നു, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കുന്നു. അത് ബോധ്യപ്പെടട്ടെ. ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിലോ? ഇനി മറ്റൊന്ന്, ഇവിടെ ഇത്തരത്തിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഇത്തരത്തിലൊരു നിലപാടിലേക്ക് സർക്കാർ പോകാനുള്ള ഒരു സാഹചര്യം. അവരെ സംബന്ധിച്ച് അവർക്ക് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും അവരിൽ വിശ്വാസം വിട്ടിരിക്കുന്നു. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അമ്പേ പരാജയപ്പെട്ടു. ഒരു ഭാഗത്തു നിന്ന് ഠാക്കൂർമാരായാലും പട്ടേൽമാരായാലും അതുപോലെ രജയപുത്രരായാലും ജാട്ടുകാരായാലും മറാഠികളായാലും ഇവിടെ NSS ഉൾപ്പെടെ എല്ലാ നിരവധി സംഘടനകൾ ഇതിലേക്ക് സംവരണം ആവശ്യപ്പെടുന്നു. അവർ ഒരു ഞാണിൽമേൽ കളി നടത്തുകയാണ്. അപ്പോൾ തന്നെ ദുരുദ്ദേശപരമായി മറുഭാഗം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. RSSൻ്റെ മേധാവി ഉൾപ്പെടെ പറയുന്നത് സാമ്പത്തിക സംവരണത്തിലേക്ക് തന്നെ മാറണമെന്ന് പറയുകയും ഇപ്പോൾ അതിൽ നടപടിയെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ സാമൂഹ്യ സംവരണം അത് അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. നിലവിലുള്ള സംവരണം അതേപടി നിലനിർത്തിക്കൊണ്ട് വേണം സാമ്പത്തിക സംവരണത്തിലേക്ക് കടക്കാൻ. കാരണം സാമ്പത്തിക സംവരണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് സാമുദായിക സംവരണം തകർക്കുന്ന ഒന്നാവുന്നു നിങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ തത്വത്തിൽ പിന്തുണയ്ക്കാനാവുക? ഒന്നുകിൽ നിങ്ങൾ പറയുക ഞങ്ങൾ സാമ്പത്തിക സംവരണവാദികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സാമുദായിക സംവരണവാദികളാണ്. ഇതിലേതെങ്കിലും ഒരു പൊസിഷനല്ലേ ഇതിൽ ശരിയാവുകയുള്ളൂ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് സാമുദായിക സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം എന്ത് ഡെവലപ്മെന്റ്സിലേക്ക് പോലെ എന്ത് മാറ്റങ്ങളിലേക്ക്. ഡെവലപ്മെന്റ് സാമുദായിക സംവരണത്തെ തകർക്കുമെന്നാണ് ആ ഡെവലപ്മെന്റ് സാമുദായിക സംവരണത്തെ തകർക്കുമെന്നാണ് കപിൽ സിബൽ ഇപ്പോൾ രാജ്യസഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞത്. ഇല്ല, അതെ ഞങ്ങളുടെ ആശങ്ക അത് തന്നെയാണെന്നേ. പക്ഷേ സർക്കാർ പറയുന്നു ഒരു കാരണവശാലും അത് ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാർ പറയുന്നതിനോട് വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോഴും ഞങ്ങൾ പറയുന്നു ഇതിന് വേണ്ടത്ര കൂടിയാലോചനകൾ നടന്നിട്ടില്ല, നമ്മൾക്ക് വീണ്ടും സെലക്ട് കമ്മിറ്റിക്ക് വിടാം, അവിടെ ചർച്ച ചെയ്യാം, ഇതിൻ്റെ വിവിധ വശങ്ങൾ ആലോചിക്കാം. കപിൽ സിബലും മോശക്കാരനല്ല, അരുൺ ജെയ്റ്റ്ലിയും മോശക്കാരനല്ല, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനുണ്ട്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ഈ പറയുന്ന ഈ ബില്ല്
ഒരു പ്രശ്നവും കൂടാതെ പാസ്സാക്കപ്പെടും. നിങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. കോടതി ഇത് പൂർണ്ണ വിശ്വാസത്തോടെ ഇതിനെ പിന്തുണയ്ക്കും എന്നാണ് ഇന്നലെ മന്ത്രി തവാർചന്ദ് ഗെഹ്ലോട്ട് ലോക്സഭയിൽ പറഞ്ഞത്. ഇന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞത് അത് ആവർത്തിച്ചു, രാജ്യസഭയിൽ ഇത് പാസ്സാകും. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ഇതിന് മറ്റൊരു നിയമപ്രശ്നവുമില്ല, നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഭരണഘടനാ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് അരുൺ ജെയ്റ്റ്ലി ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഈ ബില്ല് ഒരു ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ പാസ്സാക്കാനുള്ള സാധ്യതയുണ്ടോ? പാസ്സാക്കപ്പെടുമോ? തീർച്ചയായിട്ടും ഇല്ല അജിൻ. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. മാത്രവുമല്ല സുപ്രീം കോടതി വിധികൾക്ക് വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. സുപ്രീം കോടതിയിൽ ഇപ്പൊ ഇന്ദിരാ സാഹ്നിയുടെ വിധിയുണ്ട്, 1992 വിധി, 9 അംഗ ബെഞ്ചിന്റെ വിധി. ആ 9 അംഗ ബെഞ്ചിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കാത്ത ഒരു സംഗതിയാണ്. മാത്രവുമല്ല സംവരണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ സാമുദായികമായിട്ടുള്ള സംവരണമാണ്. അത് ഏത് സാമൂഹ്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്നുള്ള വളരെ വിശദമായിട്ട് തന്നെ സുപ്രീം കോടതി 92 പറഞ്ഞതാണ്. അതിനുശേഷം പല സംസ്ഥാന നിയമസഭകളും നിയമമുണ്ടാക്കി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് റിസർവേഷൻ കൊടുത്തിട്ട് സംവരണം കൊടുത്തിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. ഗുജറാത്ത് ഉണ്ടാക്കി. ഗുജറാത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഈ അടുത്ത കഴിഞ്ഞ വർഷമാണ് ഗുജറാത്ത് ഹൈക്കോടതി അത് റദ്ദാക്കിയത്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഉണ്ടാക്കി, മഹാരാഷ്ട്രയുടെയും റദ്ദാക്കി. തമിഴ്നാട് 69% റിസർവേഷൻ കൊടുത്തത് ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ളതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള സംശയമൊന്നുമില്ല. പിന്നെ ഈ കോൺഗ്രസും CPM മുതലായിട്ട് പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ വോട്ട് ബാങ്കും കൊണ്ടുള്ള ഗതികേട് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണത്. അതിനെ കാരണം അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്താണ് ഇതിനകത്ത്? ഈ തത്വം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമുദായികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കക്ഷികളെ എത്രയോ മുന്നിലേക്ക് കൊണ്ടുവരിക, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. ഈ ആർട്ടിക്കിൾ 16(1) ഭരണഘടനയുടെ അനുച്ഛേദം 16 പറയുന്നതിന്റെ എന്ന് വെച്ചാല് ഗവൺമെന്റ് ജോബുകളിൽ കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ ഗവൺമെന്റ് ജോബുകളിൽ ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിസർവേഷന്റെ ആവശ്യമെന്നാണ് 16(4) പറയുന്നത്. ആ 16(4) പറയുന്നത് എന്താണ്? ബാക്ക്വേർഡ് ക്ലാസ് ആണ്. എന്ന് വെച്ചാൽ പിന്നോക്കം നിൽക്കുന്ന ആ ഒരു ക്ലാസ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ പിന്നോക്കം നിൽക്കുന്ന ക്ലാസ്സിനെ പിന്നീട് 15(4) കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിലാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഈ വർഗം എന്ന് പറയുന്നത്. ഈ വർഗത്തെയാണ് 15(4) അതുപോലെ തന്നെ 16(4) ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോ ഒരു വർഗത്തെ അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാല് ഒരു വർഗത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന എന്ന് പറയുന്ന വേറൊരു വർഗത്തെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി അല്ലെങ്കിൽ ഭരണഘടന തന്നെ ഇപ്പൊ അനുശാസിക്കുന്ന 15(4) അതുപോലെ 16(1) 16(4) ഈ പറയുന്ന അനുച്ഛേദങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അത് 2006 കൊണ്ടുവന്നിരുന്ന ഒരു പഠനം, അതിനകത്ത് വോളിയം 7 അത് 2017 ഓഗസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന 7th എഡിഷനാണ് അതിന്റെ. ആ 7th എഡിഷനിൽ അവര് പേജ് നമ്പർ 71 അവരൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഷെഡ്യൂളിലായിട്ട്. ആ പട്ടികയിൽ എന്താണ്? സർക്കാർ ഉദ്യോഗത്തിലെ ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു പട്ടികയാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ജനസംഖ്യയിൽ കേരളത്തിൽ 18.3% അവർ സർക്കാർ ഉദ്യോഗസ്ഥരിൽ 20.6% അവർ ആനുപാതികമായിട്ടുള്ള കൂടുതൽ എന്ന് പറയുന്നത് +11%. ഇത് നായർ വിഭാഗത്തിലായിക്കോട്ടെ ഈ ആനുപാതികമായിട്ടുള്ള കൂടുതൽ 40.5%. മറ്റു മുന്നോക്ക ഹിന്ദുക്കാർ എന്ന് പറയുന്നത് ആനുപാതികമായിട്ടുള്ള കൂടുതൽ 56.5%. എന്നാൽ മുസ്ലിം സമുദായത്തിൽ നോക്കിക്കോ, ജനസംഖ്യാടിസ്ഥാനത്തിൽ 26.9% ഉള്ളിടത്ത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളത് 11.4%. ആനുപാതികമായിട്ടുള്ള കുറവ് എന്ന് പറയുന്നത് 136% മുസ്ലിങ്ങളുടെ കുറവായിട്ട് അത് കാണിച്ചു വരുന്നത്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോക്ക സമുദായമായിട്ട് ഇപ്പൊ ഈ സാമ്പത്തിക സംവരണം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സംവരണത്തിന് അർഹരായിട്ടുള്ള 2 കൂട്ടരാണ് ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ തന്നെ നായർ സമൂഹവും അതുപോലെ തന്നെ മറ്റു മുന്നോക്ക ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. ഈ 3 കാറ്റഗറികൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ 11% ഇപ്പോൾ തന്നെ കൂടുതലാണ്.
നായർ സമുദായത്തിന് 40.5% കൂടുതലാണ്. മറ്റു മുന്നോക്ക ഹിന്ദു സമുദായത്തിന് 56.5% കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും കൂടുതലായിട്ടുള്ള ഈ 3 സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിട്ട് അവരെ ആണ് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭരണഘടന വിഭാവനം ചെയ്ത് ബാബാ സാഹിബ് അംബേദ്കർ അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വെച്ച് വിഭാവനം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമൂഹമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആ ഒരു വർഗത്തിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു തത്വം തന്നെ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ തത്വത്തിനെ കംപ്ലീറ്റ്ലി അട്ടിമറിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ ബില്ല്. ഇപ്പോഴത്തെ ബില്ലില് ആ വർഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവരെ നേരിട്ട് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യത്തിലല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഭരണഘടനാ ടെസ്റ്റ് പാസ്സാവില്ല എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക്. ഇവിടെ ഹാരിസ് പി രാമൻ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കുകയാണ്, ഈ നീക്കത്തെ ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമില്ല. കാരണം ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം നിങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, ഒന്നാം EMS സർക്കാരിൻ്റെ കാലം മുതൽ സാമ്പത്തിക സംവരണം നിങ്ങളുടെ ഒരു നയമാണ്. ആ നയത്തിന് വേണ്ടി ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ കൊണ്ടുവന്ന നിർദ്ദേശങ്ങളിൽ പോലും ഈ പറയുന്ന സാമ്പത്തിക മാനദണ്ഡം പിന്നോക്ക സംവരണത്തിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് 1957 തന്നെ. എന്ന് മാത്രമല്ല, സാമ്പത്തിക സംവരണമാണ് നിങ്ങളുടെ നയം എന്ന് തോന്നിക്കും. നിങ്ങൾ മണ്ഡൽ കമ്മീഷന് ശേഷം ഏറെക്കാലത്തിന് ശേഷമാണ് ഈ സാമുദായിക സംവരണത്തെ കുറച്ചെങ്കിലും പിന്തുണച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ചും BJP ഉത്തരേന്ത്യയിൽ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ആ സമയത്താണ് നിങ്ങൾ അതിനോട് കുറച്ചെങ്കിലും ഒരു അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം കൊണ്ടുവന്ന നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് ഇത് ഞങ്ങൾ തന്ത്രപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാൻ? അല്ല അജീംസ്, ഞാൻ പറഞ്ഞ കാര്യത്തെ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് BJPയുടെ ഒരു സ്ട്രാറ്റജിയുണ്ട്. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ BJPക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ രാജ്യത്തുണ്ടാകുന്നു. അതുമാത്രമല്ല, കാർഷിക തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യത്തെ മുന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും BJP വിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ അതുൽ അസീസൊക്കെ പറഞ്ഞ പ്രക്ഷോഭങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോക്ക വിഭാഗങ്ങളെ തങ്ങളുടെ പരമ്പരാഗതമായ അടിത്തറയെ തങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ഒരു ഗിമ്മിക്സാണ് ഇതിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ആ ഗിമ്മിക്സ് പൊളിറ്റിക്സിലെ ഒരു സ്ട്രാറ്റജി എന്നുള്ള ആ ഗിമ്മിക്സ് തുറന്നു കാണിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, ഞങ്ങൾ നേരത്തെ മുതൽ തന്നെ ഇവിടെ ജ്യോതികുമാർ ചാമക്കാല അതൊന്നും മറച്ചു വെക്കുന്ന കാര്യം 58 ഭരണപരിഷ്കാര കമ്മീഷൻ EMS നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് 50% സാമൂഹ്യ സംവരണത്തെ ആ സംവരണ കോട്ടയെ തൊട്ടുകടിച്ചുകൊണ്ടുള്ള ഒരു റിസർവേഷൻ അല്ല. ഈ വിഷയങ്ങൾ 50% സംവരണ കോട്ടയെ തൊട്ടുകളിക്കാതെ എന്ന് കോൺഗ്രസ് തന്നെയാണ് പറയുന്നത്. അത് തൊട്ടുകളിക്കാതെ നടപ്പാക്കാൻ കഴിയില്ല, അപ്രായോഗികമാണെന്നാണ് ഹാരിസ് ബീരാൻ പറയുന്നത്. ഹാരിസ് ബീരാൻ പറയുന്നതിൽ എന്താണ് അദ്ദേഹത്തിന്റെ തന്നെ അവ്യക്തത ഇതിലുണ്ട്. ഞാൻ പറയാം, അതിലേക്ക് വരാൻ ഞാൻ പറയാം. ഇന്ത്യയിൽ സാമ്പത്തിക സംവരണത്തിൻ്റെ പ്രശ്നം ഏറ്റവും മൂർത്തമായി ചർച്ച ചെയ്യപ്പെട്ടത് 70s ശേഷമാണ്. 70s ശേഷം നമ്മുടെ ഭൂപരിഷ്കരണവും നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് വലിയ ബക്രാനങ്കൽ പോലുള്ള വലിയ പദ്ധതികൾ ഇന്ത്യയിലെ പിന്നോക്ക മേഖലകളിലേക്കൊക്കെ നടന്ന കാർഷിക പരിഷ്കരണം അത് പരമ്പരാഗതമായ ഭൂബന്ധങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റമുണ്ട്. ഇപ്പോൾ കുർമി സമുദായത്തെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള കേസ് സ്റ്റഡികൾ തന്നെ ഉണ്ട് ഇക്കാര്യത്തിൽ. അത്തരം വിഭാഗങ്ങൾക്കിടയിൽ വന്ന ഒരു ക്രീമി ലെയർ എന്നൊക്കെ പറയുന്ന ഒരു ഉപരി വർഗ വിഭാഗം വർഗവും അത് 70കളിലല്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഇത് EMS ആണ് ആദ്യമായി ഇത് ഉന്നയിക്കുന്നത്. EMS അധ്യക്ഷനായ ഭരണപരിഷ്കരണ കമ്മീഷനാണ് ഈ സാമ്പത്തിക സംവരണത്തെ 1958 EMS ആ ഭരണപരിഷ്കാര കമ്മീഷനിൽ അങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചു. പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് വേണ്ട ആ രീതി ചർച്ച ചെയ്യാനോ ആരോ നടപ്പാക്കാനോ പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു, അതിലെ ആത്മാർത്ഥം എന്താണെന്ന് പരിശോധിക്കണം. അത് മുഴുവൻ പറയണം. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഈ പറയുന്ന സംവരണം സർക്കാർ സർവീസിലെ ഗുണമേന്മ കുറയ്ക്കും എന്ന് പറയുന്ന ആ റിപ്പോർട്ട്, അതിലൊരു പ്രധാനപ്പെട്ട ശുപാർശയാണത്. അതിലാദ്യം ഒപ്പുവെച്ചത് EMS ആണ്. അപ്പോൾ ഈ പറയുന്ന സംവരണം സർക്കാർ സർവീസിലെ ഗുണമേന്മ കുറയ്ക്കുമെന്ന് വാദമുള്ള നിങ്ങൾ പിന്നെ എന്ത് സാമുദായിക സംവരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അങ്ങനെ ഒരു വാദം CPMന് ഇപ്പില്ല. 90കളിൽ ഞങ്ങൾ CPMന്റെ ഓരോ കാലഘട്ടത്തിൽ അത് ചരിത്രപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ചരിത്രപരമായ ഒരു പ്രശ്നത്തെ ഇന്നെടുത്തല്ല. നമ്മൾ 90കളിൽ നമ്മുടെ പാർട്ടി കോൺഗ്രസ് ഈ കാര്യം ചർച്ച ചെയ്യുകയും ഇതിലൊരു നയപരമായ തീരുമാനം എടുക്കുകയും കേന്ദ്ര കമ്മിറ്റി ഈ കാര്യത്തിൽ ഒരു കൃത്യമായ രേഖ പുറത്തിറക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, നമ്മുടെ രാജ്യത്ത്
സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ജാതിഘടനയിലും ജാതി ശ്രേണിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാതിരിക്കരുത്. സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിൽ തന്നെ ഒരു ക്രീമി ലെയർ ആ സാമൂഹ്യ വിഭാഗത്തിൻ്റെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് CPM മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സംവരണം ഇത്രയേ ഉള്ളൂ. അതായത് 50% വരുന്ന ഓപ്പൺ കോട്ടയിൽ നിന്ന് ആ ഓപ്പൺ കോട്ടയിൽ മത്സരിക്കുന്ന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണം. ഇപ്പോൾ പരീക്ഷത്തിൻ്റെ അത് കേരളത്തെ സംബന്ധിച്ചൊരു പഠനമാണ്. പരീക്ഷത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഇവിടെ വീരാൻ വക്കീൽ ഉദ്ധരിച്ചല്ലോ. ആ പഠന റിപ്പോർട്ട് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഓപ്പൺ കോട്ടയിൽ മത്സരിച്ച് എപ്പോഴും ജയിക്കാൻ കഴിയുന്ന ആർക്കാണ്? ഉപരിവർഗ്ഗങ്ങൾക്കാണ്, ഉപരി കാസ്റ്റുകൾക്കാണ്. അപ്പോൾ ആ ഉപരി കാസ്റ്റുകൾ കൈയടക്കുന്ന തസ്തികകളാണ്, കോട്ടയിലാണ് 10% റിസർവേഷൻ വേണമെന്ന് CPM പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ പറയുന്നത് ക്ലാസ് ആണ്, വർഗമാണ്. അതായത് ഉണ്ട്. ഞാൻ പറയാം, ഉന്നത ജാതിയിലെ സമ്പന്നർ കൈയടക്കി വെച്ചിരിക്കുന്നു, അവരിലെ പിന്നോക്കക്കാർക്ക് കിട്ടുന്നില്ല എന്നാണ്. അത് കിട്ടുന്നത് നിങ്ങൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഈ തൊഴിൽ കിട്ടുന്നതിലൂടെ ഇവരുടെ ദാരിദ്ര്യം മാറ്റുക, സാമ്പത്തിക നിലപാട് നമുക്കില്ലല്ലോ. അത് സംവരണം, ഞങ്ങൾ സംവരണം കൊണ്ടും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ അതിൻ്റെ ആമുഖത്തിൽ VP മണ്ഡൽ എഴുതി വെച്ചിരിക്കുന്നത് ഭൂപരിഷ്കരണം അടക്കമുള്ള നടപടികളും വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാക്കുന്ന സർക്കാരിൻ്റെ നടപടികളും അത്തരൊരു പശ്ചാത്തലത്തിൽ മാത്രമേ 27% സംവരണം കൊടുത്താൽ പോലും എന്താണ് അതിനുള്ള മെറിറ്റുള്ള യോഗ്യതയുള്ള ആളുകൾ ഉണ്ടാകൂ. സമഗ്രമായ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒറ്റ ചോദ്യം, CPM-നെ സംബന്ധിച്ച് സാമൂഹികമായി കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളത് ദളിതുകളാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് കൃഷിഭൂമി കൊടുക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഭൂപരിഷ്കരണത്തിലൂടെയാണ് അജീംസ് എന്താണ് ചില മുൻധാരണകൾ ഭൂപരിഷ്കരണത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഭൂപരിഷ്കരണം ലോകത്ത് എല്ലായിടത്തും ഉണ്ടായത് എന്താണ്? കുടിയാന്മാർക്ക്, പാട്ടകൃഷിക്കാർക്ക് ഭൂമി കൊടുക്കലാണ്. അത് ബൂർഷാ ഭൂപരിഷ്കരണ ഒരു പരിമിതി കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഭൂമിയെ കൈവശം വെക്കാനില്ലാത്ത EMS ജാതി ജന്മിത്വം എന്നൊക്കെ പറയുന്നതിന് കീഴിൽ അടിമകളായി പണിയെടുക്കുന്ന പഴയ അടിമത്തത്തിന് സമാനമായ ഒരു സാമൂഹിക ജീവിതം നയിച്ചിരുന്ന ദളിതർക്ക് എന്താണ്? അവർക്ക് റിക്കാർഡ് ഓഫ് റൈറ്റ്സ്, കൈവശ രേഖയുണ്ട്. കൈവശ രേഖയുള്ള ആളുകൾക്ക് ആ മിച്ചഭൂമി എന്താണ് വലിയ രീതിയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗങ്ങൾക്കും മുൻഗണന അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് വിതരണം ചെയ്തു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടി. അതേപോലെ ഒരു തുണ്ട് ഭൂമി വീട് വെക്കാനില്ലാത്ത ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭൂമി കിട്ടി. അജീംസെ അതിന്റെ കണക്കുകൾ ഞാൻ പറയണമെങ്കിൽ എന്താണ്? എത്രയോ CK ജാനുവിന്റെ കുടുംബത്തിന് എങ്ങനെയാണ് ഭൂമി? ദളിതുകൾക്ക് നമ്മുടെ ഭൂപരിഷ്കരണത്തിന്റെ ബൂർഷാ ഭൂപരിഷ്കരണത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഭൂമി പാട്ടത്തിനെടുത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന പിടിച്ചെടുത്ത മിച്ചഭൂമിയിൽ വലിയ വിഭാഗം എന്താണ്? പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും മുൻഗണനാക്രമം അനുസരിച്ചാണ് വിതരണം ചെയ്തിട്ടുള്ളത്. സെന്റ് പ്രശ്നം ഉണ്ടാവും. ഇപ്പം 10 സെന്റോ 20 സെന്റോ ഒക്കെ ഉണ്ടാവും. ഈ പറയുന്ന ബൂർഷാ ഭൂപരിഷ്കരണത്തെ കുറിച്ചാണ് നിങ്ങൾ വലിയ വിപ്ലവം. CPM-ന്റെ പാർട്ടി പരിപാടിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഈ ഇടക്കാലത്ത് അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ നടപ്പാക്കുന്ന ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ ഭൂപരിഷ്കരണമല്ല. പഴയ കാർഷിക ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാക്കുകയാണ്. 58-ൽ ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ ഇത്തരത്തിലൊരു സാമ്പത്തിക സംവരണവാദം മുന്നോട്ട് ഉയർത്തുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആഗോളീകരണ കാലത്തെ വർഗ്ഗവ്യതിയാനമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഭൂപരിഷ്കരണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. അതിന് മുമ്പാണ് നിങ്ങൾ സാമ്പത്തിക സംവരണവാദം കൊണ്ടുവരുന്നത്. 1933 നിവർത്തന പ്രക്ഷോഭാനന്തരം തിരുവിതാംകൂർ സർക്കാർ സംവരണം കൊടുത്തിട്ട് അധികകാലമായിട്ടില്ല കേരള ആദ്യത്തെ മന്ത്രിസഭ വരുന്നത്. അതിനു മുമ്പേ തന്നെ നിങ്ങൾ സാമ്പത്തിക സംവരണം കൂടുന്നു. അതെന്ത് പ്രക്ഷോഭം നടക്കുന്ന ഏത് വർഷത്തിലാണ്? 30-കളില് രാജ്യത്താകെ സാമുദായിക സംവരണത്തിന്റെ ഒരു പ്രശ്നം ഉയർന്നു വന്നു. ഇന്ത്യയിലെ 20 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രവാദികളും മതവർഗീയവാദികളും അതിശക്തമായി അതിനെ എതിർത്തു. അങ്ങനെ എതിർത്തപ്പോൾ കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റുകളും പിൽക്കാല കമ്മ്യൂണിസ്റ്റുകളുമാണ് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ ഇന്ത്യയിലെ ജാതി ഉച്ചനീചത്വങ്ങളും ഭരിക്കുന്നതിൽ സാമൂഹ്യ സംവരണം ഒരു പ്രധാനം. നമ്മുടെ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾക്ക് ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളുണ്ട്. MN റോയിയെ പോലുള്ള ആളുകൾ ഭരണഘടനാ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഭരണഘടനാ കമ്മീഷനിൽ EMS സാമ്പത്തിക സംവരണം മാനദണ്ഡമാക്കണമെന്ന് പറഞ്ഞത് എന്ന് ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് വോള്യൂംസ് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ കാണുന്നത് 2 വിഷയങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ആ കാലഘട്ടത്തിൽ ജാതി സംവരണത്തിൻ്റെ ഭാഗമായി ജാതി സങ്കുചിത രാഷ്ട്രീയം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ജാതി സങ്കുചിത രാഷ്ട്രീയം മാത്രമല്ല പ്രശ്നം. അതേസമയത്ത്
ഈ സവർണ വിഭാഗങ്ങളിലും ദരിദ്രരുണ്ട് എന്നുള്ളൊരു സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനമാണ് സത്യത്തിൽ അന്ന് അത് ഭരണപരിഷ്കാര കമ്മീഷനിൽ നിർദ്ദേശമായി വന്നത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പക്ഷേ ഇത് ശരിയായ നിലപാടാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതായത് സാമ്പത്തിക മാനദണ്ഡം കൊണ്ട് സാമൂഹ്യപരമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ സംവരണ തത്വത്തിന് നിർവഹിക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ ദൗത്യമുണ്ട്. ആ ദൗത്യം ഈ സാമ്പത്തിക പിന്നാക്കാവസ്ഥയെ മാനദണ്ഡമാക്കുമ്പോൾ അത് ആ ദൗത്യത്തെ തുരങ്കം വെക്കുക ചെയ്യുക. ഇത് സത്യത്തിൽ ആ കാലഘട്ടത്തിൽ അത്ര വിശദമായി ഇങ്ങനെ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുതിയ സാഹചര്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അതിൻ്റെ ഈ സാമ്പത്തിക മാനദണ്ഡം എന്ന് മുമ്പ് പറഞ്ഞു വന്ന അതിപ്പോൾ ഒരു സംഘടന പറഞ്ഞു വരുമ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിലൊക്കെ വലിയ പുനഃപരിശോധനകൾ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി, ഞാൻ മടങ്ങി വരാം. താങ്കൾ ശ്രീ ഹാരിസ് ബീരാൻ, ഇവിടെ ഈ സാമ്പത്തിക സംവരണവാദം BJP ഉയർത്തിയതോടെ ഇത് പൊളിറ്റിക്കലായിട്ട് ഉയർത്താനുള്ള ഒരു സാഹചര്യം, ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി വരുന്നൊരു സർക്കാരുകൾക്കും ഇതേ വാദങ്ങൾ ഉയർത്താം. ഈ വാദങ്ങൾ ഒരുപക്ഷെ കോടതിയെ പോലും സ്വാധീനിക്കുന്ന രീതിയിൽ ഭരണഘടന തിരുത്തിക്കൊണ്ട് തന്നെ ആ ഭരണഘടന വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതികൾക്ക് പോലും ഇത് അനുവദിക്കാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പരിസരം സൃഷ്ടിക്കുന്നുണ്ടോ? ശ്രീ ഹാരിസ് ബീരാൻ, അതായത് ഈ സാമ്പത്തിക സംവരണം എന്ന വാദം കോൺഗ്രസ് ഉൾപ്പെടെ മുൻകാലങ്ങളിൽ ഉയർത്തിയിട്ടില്ല. അവർക്ക് അത് ഉയർത്താനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ അത് കോൺഗ്രസ് ഉയർത്തുന്നുണ്ടായിരുന്നില്ല. CPM ആകട്ടെ അത് കേരളത്തിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് 90കളിൽ അത് മയപ്പെടുത്തുകയും സാമുദായിക സംവരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു ലൈനുമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ BJP ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണവാദം ഉയർത്തുന്നത് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രചാരണത്തിനുള്ളൊരു പശ്ചാത്തലമൊരുക്കുക കൂടിയാണ്. ഇത് കോടതികളെ കൂടി സ്വാധീനിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ ആശയമായി മാറുമോ? ഇല്ല അജിംസ്, ഞാനിതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ മോദി അധികാരത്തിലേറി 2014 തന്നെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള NJAC എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. പാർലമെന്റ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പാസ്സാക്കി, നിയമസഭകളും എല്ലാം പാസ്സാക്കി. അതിനുശേഷം എന്താ സംഭവിച്ചെന്നുള്ളതെല്ലാം നമുക്കറിയാം. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞ് അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ വയലേറ്റ് ചെയ്യുന്ന ഒരു ഭേദഗതിയാണെന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അത് അസാധുവാക്കി. ഈ മോദിയുടെ ഭരണം കഴിയണ സമയമായ 2019 ഈ ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട് വരുന്നു, തിരക്കിട്ട് അത് പാസ്സാക്കുന്നു. അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗിമ്മിക് രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ഗതികേട് കൊണ്ട് CPM-നും കോൺഗ്രസിനും എല്ലാം അത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. കാരണം ഇത് രാഷ്ട്രീയമാണ്, നമുക്കറിയാം, അതിനകത്ത് നമ്പേഴ്സാണ് വലുത്. പക്ഷേ ഇതിപ്പോ ഏത് രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കണമെങ്കിലും, ഭരണഘടനാ ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കണമെങ്കിലും അത് അൾട്ടിമേറ്റ്ലി മറ്റേ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് ഇന്റർഫിയർ ചെയ്യും. അതിനകത്തുള്ള ഏറ്റവും വലിയ കാരണം ഇപ്പോ ഇരിക്കുന്ന സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ചിന്റെ വിധി തന്നെയാണ്. അത് ഭരണഘടനയുടെ അനുച്ഛേദം 141 അനുസരിച്ചിട്ട് അത് ഇന്ത്യയിലെ നിയമം അതാണിപ്പോ. അപ്പൊ ആ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് പാർലമെന്റ് പാസ്സാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി. ജ്യോതികുമാർ ചാമക്കാല, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. സാമ്പത്തിക സംവരണത്തെ ഇപ്പോൾ നിങ്ങൾ തത്വത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ 50% വരുന്ന മെറിറ്റ് കോട്ടയിൽ മത്സരിക്കാനുള്ള സംവരണ സമുദായങ്ങളുടെ അവസരത്തെ 10% കുറയ്ക്കലാണ്. ആ അവസര നിഷേധമാണ് 10% അവസര നിഷേധം അവിടെ ഉണ്ടാകുന്നു എന്ന് കാണാതെ പോകരുത്. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ വളരെ പ്രതീക്ഷയോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നോക്കിക്കാണുന്നുണ്ട്. ഈ തന്ത്രപരമായ നിങ്ങളുടെ നിലപാട് തിരിച്ചടിയാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഭാവിയിൽ നിങ്ങളുടെ ഒരു സർക്കാർ വന്നാൽ ഇത് ഇവിടെ പരാജയപ്പെട്ടാലും നിങ്ങൾ ഈ വിഷയം വീണ്ടും ഉയർത്തുമോ? വളരെ ചുരുക്കി. അജിംസെ, ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കാരണവശാലും നിലവിലുള്ള സംവരണത്തെ അട്ടിമറിക്കപ്പെടരുത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു ഘട്ടത്തിൽ പോലും BJP-യോ RSS-ഓ സംവരണത്തെ ഒരു തരത്തിലുള്ള സംവരണത്തെ അനുകൂലിച്ചിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം.
ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഈ പാർലമെൻറ്റിൽ തന്നെ ഏറ്റവും അവസാനത്തെ സെഷനിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മുന്നാക്ക സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരുന്നു. അതിന് കൊടുത്ത മറുപടിയിൽ വളരെ വ്യക്തമായി സാമൂഹ്യ വിദ്യാഭ്യാസ ഗർവന്ത് ഗെലോട്ട് മന്ത്രി പറഞ്ഞത്, സാമൂഹ്യ വിദ്യാഭ്യാസ സംവരണം മാത്രമേ ഭരണഘടന അനുവദിക്കുന്നുള്ളൂ എന്നാണ് 92-ലെ ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി വിധി. സാമ്പത്തിക പിന്നാക്കാവസ്ഥ സംവരണ മാനദണ്ഡമാക്കാനാകില്ല, ആകെ സംവരണം 50% കവിയാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓഗസ്റ്റ് 11 തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് മറുപടി കൊടുത്ത ആ മന്ത്രിസഭ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് സംവരണവുമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അവർ ഇനി എന്ത് നടപടി സ്വീകരിച്ചാലും അവരിപ്പോൾ പറയുന്നു നിയമപരമായി നിൽക്കുമെങ്കിൽ നിൽക്കട്ടെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിൽക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ഇത് 19 ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായാലും UP അധികാരത്തിൽ വരുന്നവരെ ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ വന്നിരിക്കുന്ന ബില്ലിനെ സംബന്ധിച്ച് അന്ന് നടപടി എടുക്കും. ഇപ്പോൾ ഞങ്ങൾ പറയാനാവില്ലല്ലോ, ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഉൾപ്പെടെ വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത 5 വർഷം ഭരിക്കുന്നതിനെ സംബന്ധിച്ച് വരുന്ന മാനിഫെസ്റ്റോയുടെ ഒരു അടിസ്ഥാനത്തിലാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഞങ്ങൾ അതിനകത്ത് വ്യക്തമായി പറയും ഞങ്ങളുടെ നിലപാട് എന്താണെന്ന്. അത് വ്യക്തമായി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. UPA വരുന്നോ അല്ല BJP, ഇതല്ല ഇവിടെ വിഷയം. ഇവിടെ സാമ്പത്തിക മാനദണ്ഡം നടപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തിയാൽ അത് ഈ 50% കഴിച്ചുള്ള ഈ ജനറൽ കാറ്റഗറിയിൽ ജാതി മേൽക്കോയ്മയുടെ കുത്തകയായിട്ട് അത് മാറും. അത് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന അവർണ സമൂഹങ്ങൾക്ക് ഈ ജനറൽ മേഖലയിലേക്ക് കയറി പറ്റാനുള്ള അവരുടെ സാധ്യതകൾ അതൊന്നും ആലോചിക്കാനുള്ള സമയം പോലും പ്രതിപക്ഷ കക്ഷികൾക്ക് ലഭിച്ചിട്ടില്ല. CK അബ്ദുൽ അസീസ്, വളരെയധികം നന്ദി. CK അബ്ദുൽ അസീസ്, ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് ആരിസ് പീരാൻ, KT കുഞ്ഞിക്കണ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.